അള്ളാഹു അവന്റെ പരിശുദ്ധ ഖുർആനിൽ മഹാന്മാരായ പ്രവാചകന്മാരുടെ, അമ്പിയാക്കളുടെ, ഔലിയാക്കളുടെ ചരിത്രം ധാരാളമായി പറയുകയും നാം അത് പറയണം എന്ന് കൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ആ അടിസ്ഥാനത്തിലാണ് മരണപ്പെട്ടു പോയ ആളുകളുടെ പേരിൽ ഉള്ള ഇത്തരം പ്രോഗ്രാമുകൾ മതപരമായ പശ്ചാത്തലത്തിൽ തന്നെ നാം നിർവഹിക്കുന്നത്. കാരണം സാധാരണക്കാരായ ആളുകൾ അവരുടെ ജീവിതത്തിൻ്റെ വഴിവിളക്കുകൾ, അവരോടൊപ്പം ജീവിച്ച, അവർ പിന്തുടർന്ന, അവർ കാര്യങ്ങൾ കണ്ടും കേട്ടും നോക്കിയും പഠിച്ച ഉലമാക്കളാണ് ജനങ്ങളുടെ വഴിവിളക്കുകൾ. ഖുർആനും സുന്നത്തും നോക്കി അല്ല സാധാരണക്കാർ ഇസ്ലാമിനെ പഠിച്ചത്. ഖുർആനും സുന്നത്തുമാണ് നമ്മുടെ പ്രമാണങ്ങളെങ്കിലും അത് സാധാരണക്കാരന് പെട്ടെന്ന് മനസ്സിലാകുന്ന രൂപത്തിൽ അല്ലാത്തത് കൊണ്ട് ഖുർആൻ പറഞ്ഞു, ഫസ്അലു അഹ്ലൽ ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്ക് വിവരമില്ലെങ്കിൽ നിങ്ങൾ ഖുർആൻ നോക്കിയിട്ട് പഠിക്കണമെന്നല്ല, മറിച്ച് ഖുർആൻ പഠിച്ചവരെ കാണുക, അവരോട് ചോദിക്കുക, അവരെ അവലംബിക്കുക. യാ അയ്യുഹല്ലദീന ആമനൂ അത്തീഉല്ലാഹ വഅത്തീഉർ റസൂൽ വഉലിൽ അംരി മിൻകും. അല്ലാഹുവിന് നിങ്ങൾ വഴിപ്പെടുക, മുത്ത് റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലമ വഴിപ്പെടുക. വഉലിൽ അംരി മിൻകും, പണ്ഡിതന്മാർക്ക് നിങ്ങൾ വഴിപ്പെടുക, അവരെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഫോളോ ചെയ്യണമെങ്കിൽ അവരുമായി അടുക്കണം, അവരുടെ ചരിത്രം പഠിക്കണം, ഓരോ വിഷയത്തിലും അവരുടെ നിലപാട് എന്ത് എന്ന് അറിയണം. അങ്ങനെ വരുമ്പോൾ അനുസ്മരണങ്ങളുടെ പ്രസക്തി വളരെ വലുതാണ്. വദ്കുർ, നീ അനുസ്മരിച്ചു കൊള്ളുക, ഫിൽ കിതാബ് ഇബ്രാഹിം, എത്രയോ കാലം മുമ്പ് കഴിഞ്ഞു പോയ ഇബ്രാഹിം നബിയെ നീ അനുസ്മരിക്കുക. വദ്കുർ ഫിൽ കിതാബി ഇസ്മാഈൽ, ഇബ്രാഹിം നബിയുടെ മകനായ ഇസ്മാഈലിനെ നീ അനുസ്മരിക്കുക. വദ്കുർ ഫിൽ കിതാബി മറിയം, ഒരു നബി ഒന്നുമല്ല, ഒരു വലിയത്താണ് മറിയം ബീവി, അവരെ നീ അനുസ്മരിക്കുക. അങ്ങനെ പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലായി അനുസ്മരണത്തെ പറ്റി പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് അള്ളാഹുവിന്റെ ഖളാ പ്രകാരം, അള്ളാഹുവിന്റെ അലംഘനീയമായ നിയമം, അതിൽ നിന്ന് ആരും ഒഴിവല്ല, അതുപ്രകാരമാണ് അവരുടെ വഫാത്ത്. 80 കൊല്ലം ജീവിച്ചു, വലിയ ഭാഗ്യമാണ്. 80 കൊല്ലം വലിയ ഭാഗ്യമാണ്. 63 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രായം, അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെയും 17 കൊല്ലം കിട്ടി, വലിയ ഭാഗ്യമാണ്. അല്ലാഹു തആല അവരുടെ ദർജ ഏറ്റി കൊടുക്കട്ടെ. ഖൈറുക്കും മൻ ത്വാല ഉംറുഹു വകസുറ അമലുഹു, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആൾ കൂടുതൽ വയസ്സ് ജീവിക്കുകയും കൂടുതൽ കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്തവരാണ്. വയസ്സ് ധാരാളം കിട്ടൽ ഭാഗ്യമാണ്. അതുപോലെ ആ സമയത്ത് അമൽ ധാരാളം ചെയ്യൽ, അതും വലിയ ഭാഗ്യമാണ്. ചെറിയ പ്രായത്തിൽ കിതാബ് ഓതാൻ പോയത് മുതൽക്ക് മരിക്കുന്നത് വരെ ഇൽമുമായുള്ള ബന്ധമാണ്. അതിനേക്കാൾ വലിയൊരു ഭാഗ്യം എന്താണുള്ളത്? ആ ഇൽമിന്റെ ആ ഒരു ബന്ധം മരണശേഷവും ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച് ഒരു നല്ല സ്ഥാപനം, ഇഹ്സാൻ എന്ന സ്ഥാപനവും ഉണ്ടാക്കി അത് ഈ നാട്ടിലെ കാരണവന്മാരെ ഏൽപ്പിച്ചുകൊണ്ട് ആ വലിയ മനുഷ്യൻ യാത്ര പോയപ്പോൾ ഒരർത്ഥത്തിൽ
നമുക്കെല്ലാ സന്തോഷങ്ങളും വിട്ടേച്ചുകൊണ്ടാണ് ഉസ്താദ് പോയത്. അർഹമുർറാഹിമീനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ പരലോക ജീവിതം വളരെ സന്തോഷത്തിലായി കൊടുക്കട്ടെ. ഇവിടെ ജനാസ സംസ്കരണത്തിന്റെ ദിവസം പങ്കെടുത്തു പോകുന്ന സമയത്ത് പൂനൂര് ഭാഗത്തുള്ള ഒരു സഹോദരൻ പറഞ്ഞു, കെ ഉസ്താദിന് 3 പ്രത്യേകതകൾ. അദ്ദേഹം പറഞ്ഞത്, ഒന്ന് ഉസ്താദിന്റെ ആകാരമാണ്, ആ വലിപ്പം, അതുപോലെ ഉസ്താദിന്റെ ശബ്ദം, മറ്റൊന്ന് ഇൽമ്. ഈ 3 ഘടകങ്ങൾ ഒത്തിണങ്ങിയ ഒരു വലിയ മനുഷ്യനായിരുന്നു അദ്ദേഹം. ഇൽമു കൊണ്ട് വളരെ ഉയരങ്ങൾ അദ്ദേഹം കീഴടക്കി. ഒരു മജ്‌ലിസിൽ എഴുന്നേറ്റ് നിന്നാൽ, എ പി ഉസ്താദിന്റെ കൂടെ അങ്ങോട്ട് നിന്നാൽ, ആ 2 പ്രകാശിക്കുന്ന മുഖങ്ങൾ അത് എല്ലാവർക്കും ആനന്ദവും വെളിച്ചവുമായിരുന്നു. പല കലങ്ങിയ പ്രശ്നങ്ങളും ഉസ്താദിന്റെ മുമ്പിലെത്തിയാൽ അത് അവിടെ പെട്ടെന്ന് പരിഹാരമാകും. ആരും വഴങ്ങുന്നില്ലെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ഉസ്താദിന്റെ ശബ്ദം കൊണ്ടിട്ടാൽ പിന്നെ അവിടെയുള്ള മെയ്ക്കിനൊന്നും ശബ്ദം ഉസ്താദിന്റെ ശബ്ദത്തെ തോൽപ്പിക്കാൻ കഴിയില്ല. അത് രണ്ടും വലിയ ഭാഗ്യമാണ്. അങ്ങനെ ഇൽമു കൊണ്ടും ബസ്തത്തും ഫിൽ ഇൽമ് ബസ്തത്തും ഫിൽ ജിസ്മ്, അതിന്റെ പുറമെ ഈ മനോഹരമായ ശബ്ദം, അൽഹംദുലില്ലാഹ്, അതൊക്കെ ഓർമ്മകളായി കഴിഞ്ഞുപോയി എന്ന് നാം കരുതരുത്. മരണപ്പെട്ട ആളുകളുടെ ഖബറുകൾ സിയാറത്ത് ചെയ്ത് ആ സിയാറത്തുകളിലൂടെ മഹാന്മാരുടെ ഖബറുകൾ സിയാറത്ത് ചെയ്യുമ്പോൾ നമുക്ക് പല മദദുകളും അവരിൽ നിന്ന് ലഭിക്കും. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അബൂ ഹനീഫ ഇമാമിന്റെ ഖബർ സിയാറത്ത് ചെയ്യാറുണ്ടായിരുന്നു. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആ സിയാറത്ത് കൊണ്ടത് പരിഹരിച്ചു കിട്ടും. കാരണം സിയാറത്ത് ഒരു സുന്നത്തായ അമലാണ്. ആ അമലിനെ തവസ്സുലാക്കിയിട്ട് ദ്വാരക്കുമ്പോൾ, അതേ മോമിനീങ്ങളുടെ ഏത് ഖബർ സിയാറത്ത് ചെയ്താലും ആ സിയാറത്ത് സുന്നത്താണ്. അതേ സമയത്ത് അത് ആലിമീങ്ങളാകുമ്പോൾ അതിന് മഹത്വം കൂടുതലാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഉസ്താദിന്റെ ആ സാന്നിധ്യവും അവരുടെ കൂടെയുള്ള ജീവിതവും എപ്പോഴും ഓർത്തെടുക്കുന്ന ഈ നാട്ടുകാർ, ഇത് ഒരു കുടിയേറ്റ പ്രദേശമാണ് എന്നൊക്കെ മുമ്പ് പറയാമായിരുന്നു. ഇന്ന് ഇത് ഒരു പട്ടണമാണ്. ഗ്രാമത്തിന്റെ പട്ടികയിൽ നിന്ന് ഇത് ടൗണിന്റെ പട്ടികയിലേക്ക് എത്തിക്കഴിഞ്ഞു. എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. ഈ സൗകര്യങ്ങളെല്ലാം ഉള്ള ഈ പ്രദേശം മതസൗഹാർദ്ദത്തിന് ഒരു പേര് കേട്ട സ്ഥലം കൂടിയാണ്. അതിൻ്റെ എല്ലാം കാരണം ഉസ്താദിന്റെ ഒരു സമീപനമാണ്. വളരെ പക്വതയോടുകൂടി പ്രഭാഷണത്തിലോ മറ്റ് സന്ദർഭങ്ങളിലോ ആരെയും വേദനിപ്പിക്കുന്ന ഒരു വാക്കും പറയാത്ത വലിയ തറവാട്ടുകാരെയും സാധാരണക്കാരെയും കോർത്തിണക്കി അവരുടെ പരിപാടികളിലൊക്കെ പങ്കെടുത്ത് സന്തോഷിപ്പിച്ച് ലോഹ്യം പറഞ്ഞ് ദഅവത്തിന്റെ മേഖലയിലൊക്കെ അദ്ദേഹത്തിന്റെ മാതൃക എല്ലാവർക്കും പിൻപറ്റാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് നമ്മളെ ശംസുദ്ദീൻ സഅദി ഒരു മകനെ പോലെയാണ്. അൽഹംദുലില്ലാഹ്, എപ്പോഴും ഉസ്താദിനെ ശ്രദ്ധിക്കുന്ന, ഞാൻ പല സമയത്തും മെഡിക്കൽ കോളേജിലൊക്കെ രോഗം കാണാൻ പോയപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ട്. അങ്ങനെ മക്കളെ പോലെ മറ്റുള്ളവരും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല വ്യക്തിത്വമായിരുന്നു ഉസ്താദ് അവറുകൾ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽപ്പെട്ട AK കട്ടിപ്പാറ ഈ നാട്ടുകാരനാണ്. അദ്ദേഹത്തിന്റെ അളിയൻ താര അബ്ദുറഹ്മാൻ ഹാജി, മക്കള്, അവരോടെല്ലാവരോടും ഉള്ള ആ ഒരു നമ്മുടെ എല്ലാവരുടെയും അനുശോചനം, മർക്കസിന്റെ ഒരു അനുശോചനം. മർക്കസിനൊക്കെ വലിയ നഷ്ടമാണ് ഉസ്താദിന്റെ വഫാത്ത്. ഏത് നിർണായകമായ ഘട്ടങ്ങൾ വരുമ്പോഴും അദ്ദേഹം വന്ന് ഉസ്താദിനോട് എന്തെങ്കിലും ഒരു തമാശ പറഞ്ഞാൽ ആ ദുഃഖം പെട്ടെന്ന് അങ്ങോട്ട് മാഞ്ഞു പോകും. അങ്ങനെ ഒരു കഴിവാണ്. അതെല്ലാം ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന കുട്ടികളാണ് ഇവിടെയുള്ള മുത്തഅല്ലിമീങ്ങൾ. ഈ മുത്തഅല്ലിമീങ്ങൾ അതൊക്കെ മാതൃകയാക്കണം. ആധുനിക ലോകത്ത് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സ്നേഹ ബഹുമാനങ്ങൾ ഉണ്ടാക്കുന്ന കണ്ണികൾ, അത് മെല്ലെ മെല്ലെ മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് പരിഹരിക്കേണ്ടത് നിങ്ങളാണ്, മുത്തഅല്ലിമീങ്ങളാണ്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഫീൽഡ് വർക്കുകളിലൂടെ
മനുഷ്യരെ തമ്മിൽ അടിപ്പിക്കുന്ന എന്നല്ല ഞാൻ പറഞ്ഞത്, ലൊമ്മാണ്. അടുപ്പിക്കുന്ന ബിൽ ലൊമ്മി ലാ ബിൽ കസ്ർ. മനുഷ്യർക്കിടയിൽ അങ്ങനെ അവരുടെ ഇടയിൽ അടുപ്പമുണ്ടാക്കുന്ന വലിയ പ്രവർത്തനങ്ങൾക്ക് മുതഅല്ലിമീങ്ങൾ മുന്നോട്ട് വരണം. അൽഹംദുലില്ലാ, കേരളക്കരയിൽ സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ സ്ഥാപനങ്ങളും ഇന്ന് മറ്റുള്ളവരുടെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് വളരുന്നത്. സുൽത്താനുൽ ഉലമ ഉസ്താദിന്റെ ആ നേതൃത്വം നമുക്കൊക്കെ ലഭിക്കുന്നത് കൊണ്ട് നമുക്ക് വലിയൊരു തണലാണ്. അല്ലാഹു തആല ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് എല്ലാ നേതാക്കളും സമയം പോലെ നിങ്ങളോട് സംസാരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. റഹ്മാനും റഹീമുമായ റബ്ബ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും ശിഷ്യന്മാർക്കും കുടുംബത്തിനുമൊക്കെ നല്ല ക്ഷമ തരട്ടെ. അവരുടെ പാതയിൽ മുന്നോട്ട് ജീവിക്കാൻ അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.